നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം ആകെ കാട് പിടിച്ച് പോയി തോന്നുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ വന്നതാ ഇവിടെ. അതെ ഒന്നിച്ച് നടക്ക്, അല്ലെങ്കിൽ വല്ല പുലിയൊക്കെ പിടിച്ചോണ്ട് പോകും. അപ്പുറത്ത് കാടല്ലേ, പുലി ഇങ്ങോട്ട് വരായൊന്നുമില്ല. ഓ രണ്ടാളും കൂടി മല കാണാൻ വന്നാവല്ലേ? ഇവിടെ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഒക്കെ ഉടായിപ്പ. ഇതാരുടെ നിന്റെ പ്രശ്നം ഉണ്ടാക്കരുത് ചേട്ടാ, അതെന്റെ ഹസ്ബൻഡാ. ഇങ്ങനെ പിടിക്കപ്പെടുമ്പോഴേ എല്ലാരും തന്നെ പറയാറ് ആങ്ങളെയാണ് ഭർത്താവണെന്നൊക്കെ. നിന്റെ ഭർത്താവ് എന്നിട്ട് ഊമയാ? അതെ ഇവളെന്റെ ഭാര്യവും കാമുകയും ഇതൊക്കെ ചോദിക്കാൻ നീ ഏതാടാ? ഞങ്ങള് 4 പേരും കൂടി ഇവനെ തല്ലി ബോധം കെടുത്തിയാ നീ ഇവിടെ ഒറ്റയ്ക്കാ. ഇവിടെ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഓളിട്ട് കരഞ്ഞാലും പുറത്താരും കേക്കില്ലേ. സംശയണ്ട, ഇവൻ ഇവിടെ നിന്ന് കരഞ്ഞാലും ആ പോയിന്റ് വിട്ട് പുറത്തു പോയില്ലേ. നീ ഒന്ന് പോയി നിന്ന് നോക്കിയോടെ ചെല്ലേ. കേക്കണില്ല, വാ പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ ശരിയായില്ലേ? നീ എന്തെങ്കിലും ഓടി വന്നേ? നിനക്ക് ഓടി രക്ഷപ്പെടായിരുന്നില്ലേ? ഞാൻ അവർക്ക് ഇടിച്ചിട്ട് ഓടി വരില്ലേ? എന്നിട്ട് പട്ടി മോങ്ങണ പോലെ മോങ്ങണുണ്ടായിരുന്നല്ലോ. ഞങ്ങളെ വിട് ചേട്ടാ, ഞങ്ങള് പൊക്കോട്ടെ. സ്വർണ്ണമോ പണം എന്ത് വേണേലും തരാം, പ്ലീസ്. അത് ഞങ്ങൾ ഓർത്തില്ലേ? ഓരോന്നിട്ട് ഊരിക്കോ പോരട്ടെ. നീ എന്തിട്ട് മണ്ടത്തരം പറഞ്ഞത്? നീ ഓരോന്ന് ഓർമ്മിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സ്വർണ്ണവും പൈസ അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ? നിനക്ക് ഞങ്ങൾ ഓർമ്മയില്ലേ? കല്യാണത്തിന് വന്നിരുന്നു ഞങ്ങൾ. പേടിച്ച ഞങ്ങളേ ഇവന്റെ കൂട്ടുകാരാ. നിനക്ക് ഓർമ്മയില്ലതിന് ഞാൻ എന്ത് ചെയ്യാനാ? ആക്ടിങ് ആയിരുന്നു അല്ലേ? ഇത് പിടിച്ചേ, ഞാൻ ശരിക്കും പേടിച്ചു. ദുഷ്ടൻ ദുഷ്ടൻ ദുഷ്ടൻ. അഭിനയ സിംഹമാണവൻ. സത്യം. ഇവനീ കാണിക്കുന്ന സ്നേഹല്ലേ അതും അഭിനയ. ഇവനോ ഒരക്കടാങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഞങ്ങൾ ചാടി വീഴും. ഇവ ഇടിച്ചു വീഴ്ത്തു. അവൻ രക്ഷകനാവും. അവസാനം അവള് സെറ്റ് ആവും. ഫിനിഷ്. ഇത് വെറുതെ പറഞ്ഞ തമാശ കളിക്കലട്ടാ. അഭിനയത്തിലുള്ള അവാർഡ് ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം കേട്ടോ. മായ